നിൽക്കണം, അല്ലാഹുവിന് വേണ്ടി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ മുസ്സമ്മിൽ ഇറങ്ങുന്നത്. കാരണം പറഞ്ഞെന്താ? ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തുവീലാ, പകലിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. പ്രബോധന പ്രവർത്തനങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് സബ്ഹ, കഠിനാധ്വാനമാണ്. എങ്ങനത്തെ കഠിനാധ്വാനം? സിബാഹ പോലെ, ഒഴുക്കിനെതിരായി നീന്തുന്ന പോലെ. ആ വാക്കിനർത്ഥം തന്നെ നീന്തലുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഒഴുക്കിനെതിരാണ് സമൂഹം പോകുന്ന ഒരു പോക്കുണ്ട്. ആ പോക്കിനെതിരായിരിക്കും ഒരുപക്ഷെ ദീനിന്റെ വീക്ഷണം. സമൂഹത്തിന്റെ ഒരു ഗ്രാവിറ്റി ഉണ്ടാകും. ആ ഗ്രാവിറ്റിയിൽ ചവിട്ടി നിൽക്കാൻ കഴിയാതെ ഒരു പ്രബോധകൻ പൊങ്ങി നിൽക്കേണ്ടി വരും. ആന്റി ഗ്രാവിറ്റി പവർ വേണം, ആന്റി കറൻസ്, ഒഴുക്കിനെതിരെ നീന്താൻ കഴിയണം. അപ്പോഴേ നമ്മുടെ ജീവിതവും സമൂഹത്തിന്റെ ജീവിതവും അള്ളാഹു പറയുന്ന പരുവത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഫസ്ബിർ, അതുകൊണ്ട് ഹബീബേ അങ്ങ് ക്ഷമിക്കണമേ. ഫസ്ബിർ ഫഇന്ന വഅദല്ലാഹി ഹഖ് വലാ യസ്തഖിഫന്നക അല്ലദീന ലാ യൂഖിനൂൻ. അതുകൊണ്ട് നബിയെ ക്ഷമിക്കണം, ക്ഷമ വേണം, നന്നായി ക്ഷമിക്കണം. നമ്മുടെ വിദ്യാർത്ഥിനികൾ ക്ഷമിക്കണം, നല്ല ക്ഷമ വേണം. കൾച്ചറിന്റെ, സംസ്കാരങ്ങളുടെ, പുതിയ പുതിയ ചിന്തകളുടെ വേലിയേറ്റങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് കഴിയണം, യുവതലമുറക്ക് കഴിയണം, നമുക്കൊക്കെ സാധിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇസ്തിഖാമത്ത് കൊണ്ട് അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ആരൊക്കെയാണോ നേർമാർഗത്തിൽ അടിയുറച്ച് നിലനിന്നു പോന്നത്, ഇന്നല്ലദീന ഇസ്തഖാമു, കുറച്ചു കാലം നേർവഴിയിൽ പിന്നെ വഴിതെറ്റിപ്പോയി, അങ്ങനത്തെവരല്ല. ആരാണോ നേർവഴിയിൽ ഉറച്ചു നിന്നത്, സുമ്മ ഇസ്തഖാമു, ഈമാനുണ്ടാവുകയും അല്ലാഹുവിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്തവർ. കാലങ്ങൾ മാറി മാറി വന്നപ്പോ, ചിന്തകളിൽ മാറ്റങ്ങൾ വന്നപ്പോ, സമൂഹത്തിന്റെ ട്രെൻഡുകൾ മാറി മാറി മറിഞ്ഞപ്പോഴും ആയിന നൗസഡർന തർസേ കുഹൻ പെ ഉഡന, आईने नौ से डरना तर्ज़े कुहन पे उड़ना, मंजिल यही कठिन है क़ौमों की ज़िंदगी में. ആ പാരമ്പര്യത്തിന്റെ മൂല്യങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് അവരാരോ അവർക്കാണ് അല്ലാഹു സന്തോഷ വാർത്ത നൽകുന്നത്. തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ, അല്ലാഹുവിൻ്റെ മാലാഖമാർ ഇറങ്ങി വന്നിട്ട് പറയും, നിങ്ങൾ പേടിക്കരുതേ. വലാ തഹ്സനൂ, കഴിഞ്ഞതിനെക്കുറിച്ച് സങ്കടപ്പെടുകയും വേണ്ട. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് അല്ലാഹു പകരം നൽകാമെന്ന് പറഞ്ഞ സ്വർഗ്ഗലോകമുണ്ടല്ലോ, ആ വാഗ്ദത്തം സത്യമാണ്, സത്യമാണ്, സത്യമാണ്. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ഈ ലോകത്തും നാളെ പരലോകത്തും നിങ്ങളുടെ സംരക്ഷകൻ ഞാൻ തന്നെയാണ്. വലകും ഫീഹാ മാ തശ്തഹീ അൻഫുസുകും വലകും ഫീഹാ മാ തദ്ദഊൻ. കൂടെയുള്ള ആളുകൾ മദ്യപാനത്തിലേക്ക്, ലഹരിയിലേക്ക് പോയപ്പോ അതവരുടെ സ്വാതന്ത്ര്യമാണ്, പേഴ്സണൽ ചോയ്സാണ്, എൻ്റെ അവകാശമാണ്, എൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞു നടന്നപ്പോ, കൂടെയുള്ളവർ വ്യഭിചാരത്തിലേക്ക് പോയപ്പോ, തിന്മകളിലേക്ക് പോയപ്പോ,
അതൊന്നും എനിക്ക് പാടില്ലെന്ന് പറഞ്ഞ് മാറി നിന്നവരല്ലേ നിങ്ങൾ? അതൊക്കെ എനിക്ക് ഹറാമല്ലയോ, അതുകൊണ്ട് ഞാൻ അതിനില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിന്നവരാണ്. വലക്കും ഫീഹാ മാ തഷ്തഹീ അൻഫുസുകും, അതുകൊണ്ട് ഇന്ന് ഈ സ്വർഗലോകത്ത് എന്താണോ നിങ്ങളുടെ ഇഷ്ടം, ആ ഇഷ്ടം നടക്കുന്ന ലോകമാണിത്. വലക്കും ഫീഹാ മാ തദ്ദഊൻ, എന്താണോ ഇനി നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് വേണ്ടതാകാം എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ വാതിലുകളും അള്ളാഹു തുറന്നു തരുന്ന ഒരു ലോകമുണ്ട്. അള്ളാഹുവിന്റെ വഅദ് സത്യമാണ്. നിങ്ങളുടെ സംരക്ഷകൻ ഈ ലോകത്തും പരലോകത്തും ഞാൻ തന്നെയാണ്. എന്നെ അനുസരിച്ചതിന് നിങ്ങൾക്ക് ഞാൻ നൽകുന്ന പ്രതിഫലമാണിത്. നുസുലം മിൻ ഗഫൂരിർ റഹീം, കാരുണ്യവാനായ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന വിരുന്നാണിത്. അള്ളാഹു നൽകുന്ന വിരുന്ന്. അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, ദീനിന്റെ സഹകാരികൾ, പ്രത്യേകിച്ച് ദാറുൽ ഹുദയുടെ സഹായികൾ, അള്ളാഹുവേ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും ഞങ്ങൾ ഒരിക്കൽ പോലും കണ്ടിട്ടും കേട്ടിട്ട് പോലുമില്ലാത്ത നിന്റെ ദീനിന്റെ ഗുണകാംക്ഷികളായി മരിച്ചുപോയവർ, ജീവിച്ചിരിക്കുന്നവർ, നുസുലം മിൻ ഗഫൂരിർ റഹീം എന്ന് നീ പറയുന്ന നിന്റെ നുസുല്, നിന്റെ വിരുന്നിന് അല്ലാഹുവേ ഞങ്ങൾ അർഹരാക്കണേ തമ്പുരാനേ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ഞാനൊരു മുസ്ലിമാണെന്ന് കർമ്മങ്ങളിലും ഹൃദയത്തിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവരാരാണ്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, പടച്ചവന്റെ മാർഗത്തിലേക്ക് വരേണമേ എന്ന് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞവരെക്കാൾ, ദഅവത്ത് ചെയ്തവരെക്കാൾ, അറിവ് നൽകിയവരെക്കാൾ, പ്രബോധനം ചെയ്തവരെക്കാൾ, ഞാനൊരു മുസ്ലിമാണെന്ന് അഭിമാനം കണ്ടവരെക്കാൾ ആരാണ് ഏറ്റവും നല്ല വാക്ക് പറഞ്ഞതിവിടെ? മനുഷ്യൻ എന്നത് മനുഷ്യന്റെ വാക്കുകളാണ്. ആ വാക്കുകളിൽ ഏറ്റവും വലിയ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വമൻ അഹ്സനു ഖൗലാ, അതുകൊണ്ട് ലോകത്ത് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ കർമ്മം പടച്ചവനിലേക്ക് ആളുകളെ വിളിക്കലാണ്, സ്വർഗത്തിലേക്ക് ആളുകളെ വിളിക്കലാണ്. വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു നിങ്ങളെ വിളിക്കുന്നത് സ്വർഗത്തിന്റെ വഴിയിലേക്കാണ്, സ്വർഗത്തിന്റെ വഴിയിലേക്ക്, സമാധാനത്തിന്റെ വീട്ടിലേക്കാണ് വിളിക്കുന്നത്. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും ഒരുപോലെയല്ല. ഖുർആൻ മറ്റിടത്ത് പറയുന്നു വലൗ അഅജബത്ക കസറത്തുൽ ഖബീസ്, നബിയേ, മാലിന്യം കുമിഞ്ഞു കൂടുന്നത് കണ്ട് അങ്ങ് അത്ഭുതപ്പെടരുത്. തോന്നിവാസങ്ങളും പാടില്ലാത്തതും മനുഷ്യർ ചെയ്തു കൂട്ടുന്നത് കാണുമ്പോ അവരാണല്ലോ കൂടുതൽ ചെയ്യുന്നത്, നന്മയുടെ ആളുകൾ കുറവല്ലയോ എന്ന് പറഞ്ഞ് തിന്മയുടെ ബാഹുല്യം കണ്ട് നബിയേ അങ്ങ് അത്ഭുതപ്പെട്ടു പോകരുത്. തിന്മയിന് മാമലകളോളം വന്നാലും നന്മ ഒരു ഉറുമ്പിനോളമാണെങ്കിലും നന്മ നന്മയാണ്. അള്ളാഹു നന്മയുടെ കൂടെയാണ്. വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا
വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹള്ളിൻ അളീം. നന്മയും തിന്മയും ഒരിക്കലും ഒരുപോലെയല്ല. വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ. നന്മ ഏതാണെന്നും തിന്മ ഏതാണെന്നും വിശുദ്ധ ശരീഅത്ത് വേർതിരിച്ചു വെച്ചിട്ടുണ്ട്. ലക്ഷ്യം നന്നാകുമ്പോൾ പോലും മാർഗവും ലക്ഷ്യത്തോടൊപ്പം ലക്ഷ്യം പോലെ തന്നെ മാർഗവും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ഒരു ലക്ഷ്യം പ്രാപിക്കാൻ വേണ്ടി ഏതു മാർഗവും ആവാം, ഒരിക്കലും പാടില്ല. വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ. നന്മയും തിന്മയും ഒരുപോലെയല്ല നബിയേ, നന്മയും തിന്മയും ഒരിക്കലും ഒരുപോലെയല്ല. ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ. തിന്മയെ നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത്. തിന്മയെ നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത്. തിന്മയെ നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത്. തിന്മയെ തിന്മ കൊണ്ടല്ല. ശകാരങ്ങൾക്ക് പകരം ശകാരമല്ല, ആക്ഷേപങ്ങൾക്ക് പകരം ആക്ഷേപമല്ല, കളിയാക്കലിന് പകരം തിരിച്ചു കളിയാക്കലല്ല. ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ ഫഇദാ അല്ലദീ ബൈനക വബൈനഹു അദാവ. അങ്ങനെയാണെങ്കിൽ നിങ്ങളും മറ്റാരുമായിട്ടാണോ ശത്രുതയുള്ളത്, കഅന്നഹു വലിയ്യുൻ ഹമീം. നിങ്ങളുടെ ഉറ്റ കൂട്ടുകാരായി നിങ്ങളുടെ ശത്രുക്കൾ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ക്ഷമിക്കുന്നവർക്ക് മാത്രമേ കഴിയൂ. വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ. പ്രബോധനത്തിനിറങ്ങുന്നവർ, ദഅവത്ത് ചെയ്യുന്നവർ ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും, പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരും, ട്രോളുകൾ അനുഭവിക്കേണ്ടി വരും. ഇതെല്ലാം അല്ലാഹു ക്ഷമ കൊണ്ട് അനുഗ്രഹിച്ചവർക്ക് മാത്രമേ ഇതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയൂ. വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹള്ളിൻ അളീം. അല്ലാഹു വലിയ സൗഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ തിന്മയോട് ഇങ്ങനെ നന്മ കൊണ്ട് പ്രതികരിക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നന്മയും തിന്മയും ഒരുപോലെയല്ല. നന്മയെ അല്ലാഹു പർവ്വതക്കണക്കിന്, പർവ്വതങ്ങളോളം അല്ലാഹു നന്മയെ ഉയർത്തുന്നതാണ്. വിശുദ്ധ റമളാനിൽ പ്രത്യേകിച്ചും, വിശുദ്ധ രാപ്പകലുകളിൽ പ്രത്യേകിച്ചും. ഒരു നന്മക്ക് 10 കൂലിയാണെങ്കിൽ അത് റമളാനിൽ 70ഉം 700ഉം 70,000ഉം അല്ലാഹു ഉദ്ദേശിക്കുന്ന എണ്ണങ്ങളാണ്. അതുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് മുന്നേറണേ. നിങ്ങൾക്ക് ക്ഷമ വേണം, നല്ല ക്ഷമ വേണം, നല്ല ക്ഷമ വേണം. നിങ്ങൾ നിങ്ങളെ തന്നെ നിയന്ത്രിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ശരീരം നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ശരീരം തന്നെ നമ്മളെ തിന്മയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ക്ഷമ വേണം. ഇതെനിക്ക് പാടില്ല, അല്ലാഹു എന്നോട് അരുതെന്ന് പറഞ്ഞതാണ് എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തേണ്ട നേരമാണിത്. ഇതൊക്കെ അറിഞ്ഞാൽ പോലും, ഇതെല്ലാം ബോധ്യപ്പെട്ടാൽ പോലും പിശാചിന്റെ ദുർബോധനങ്ങൾ മൈൻഡിൽ വരും, ഖൽബിൽ വരും, നമ്മുടെ ചിന്തകളിൽ വരും. പിശാച് നമ്മളെ വഴിപിഴപ്പിക്കാൻ വരും. എല്ലാം അറിഞ്ഞാലും എല്ലാം ബോധ്യപ്പെട്ട് കഴിഞ്ഞാലും പിശാചിന്റെ ദുർബോധനം നമ്മുടെ ഖൽബിലേക്ക് കയറി വരും. ഒരു വാഴ് കൊണ്ടോ, ഒരു ഉപദേശം കൊണ്ടോ, ഒരു സദസ്സ് കൊണ്ടോ നമുക്ക് തീർക്കാൻ കഴിയുന്നതല്ല ഇത്. ജീവിതത്തിന്റെ അവസാന സെക്കൻഡ് വരെ പിശാച് മനുഷ്യന് ദുർബോധനം ചെയ്തുകൊണ്ടിരിക്കും. മനുഷ്യരിലുള്ള പിശാചുക്കളും ജിന്നുകളിലെ പിശാചുക്കളും. അതുകൊണ്ടാണ് ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ആരംഭിക്കട്ടെ. ഇഹ്ദിന, ഞങ്ങൾക്ക് സന്മാർഗം നൽകണേ എന്ന് പറഞ്ഞ് ആമീൻ ചൊല്ലി അവസാനിക്കുന്ന ഫാത്തിഹ അവസാനത്തിലെത്തുമ്പോ ഖുൽ അഊദു ബിറബ്ബിന്നാസി മലിക്കിന്നാസി ഇലാഹിന്നാസ്. നന്മ ഏതാണ്, നേരായ മാർഗം ഏതാണെന്ന് ഖുർആൻ മുഴുവനും പഠിച്ചു റബ്ബേ. എല്ലാം മനസ്സിലായി കഴിഞ്ഞു. ഖുർആൻ അവസാനിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. ഇതെല്ലാം ബോധ്യപ്പെട്ടാലും നിങ്ങളുടെ ഹൃദയങ്ങളിൽ വന്നിട്ട് പടച്ചവനുണ്ടോ, അല്ലാഹു ഒന്നേ ഉള്ളൂ, അല്ലാഹു എവിടെ, എന്തേ ഞാൻ കാണാത്തത് എന്ന് ചൊല്ലി നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിൽ അല്ലാഹുവിനെ കുറിച്ചും ദീനിനെ കുറിച്ചും
മോശപ്പെട്ട ചിന്തകൾ നൽകുന്ന ഖന്നാസായ അള്ളാന്റെ നാമം പറയപ്പെടുമ്പോൾ ഇല്ലാതെയാകുന്ന ആ പിശാച്ചിൽ നിന്ന് റബ്ബേ കാവൽ തരണേ. ജനങ്ങളുടെ രക്ഷിതാവേ, ജനങ്ങളുടെ രാജാവേ, ജനങ്ങളുടെ ആരാധ്യനായവനെ. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. പടച്ചവനെ, പിശാചിന്റെ ദുർബോധനത്തിൽ നിന്ന് കാവൽ തരണമേ. മിനൽ ജിന്നതി വന്നാസ്. മനുഷ്യരിലും ജിന്നുകളിലുമുണ്ട് പിശാചുക്കൾ. ആ പൈശാചിക ദുർബോധനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകണേ. എങ്കിലേ ഫാത്തിഹയിൽ ചോദിച്ച ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി നടക്കാൻ കഴിയുകയുള്ളൂ എന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. അതാണ് ഖുർആൻ ഇവിടെയും സൂറത്ത് ഫുസ്സിലത്തിൽ ആവർത്തിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാൻ وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم إن الذين استقاموا നേർവഴിയിൽ നിന്നവർക്ക് മലക്കുകൾ സന്തോഷവാർത്ത മരണസമയത്ത് നൽകുമെന്ന് പറഞ്ഞ് ആരംഭിച്ചിട്ട് നബിയേ, അങ്ങയുടെയും അനുയായികളുടെയും ഹൃദയങ്ങളിലേക്ക് മിനശ്ശൈത്വാനി നസ്ഗ്, പിശാചിന്റെ ദുർബോധനങ്ങളെങ്ങാനും അങ്ങയുടെയോ അനുയായികളുടെയോ കൽബിലേക്ക് പിശാച് കയറിക്കൂടാൻ ശ്രമിക്കുമ്പോൾ ഫസ്തഇദ് ബില്ലാഹ്, അല്ലാഹുവേ നീ കാവൽ നൽകണേ, അല്ലാഹുവേ നീ കാവൽ നൽകണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ദുആ ചെയ്യണം. മഹാനായ സഅദ് ഇബ്നുൽ ലൈസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, ഏതെങ്കിലും ഒരു ഹൃദയം ഇന്നല്ലാഹ ലാ യബ്തലി ഖൽബൻ ബിശഹ്വത്തിൻ തുരികത് മിൻ അജലിഹി, അല്ലാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ദുശ്ശീലം വേണ്ടെന്നൊരാൾ വെച്ചാൽ, ഒരു ദുശ്ശീലം പടച്ചവനെ ഉദ്ദേശിച്ച് ഞാൻ നിർത്താൻ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ഞാൻ നിർത്തുകയാണെന്ന് അള്ളാഹനെ വിചാരിച്ച് ഖൽബ് കൊണ്ട് ശുദ്ധമായ ഒരു ഹൃദയത്തിൽ ശുദ്ധമായ നിയ്യത്തോടുകൂടെ റബ്ബേ എനിക്ക് ഇന്നെന്നെ മോശപ്പെട്ട ചില സ്വഭാവങ്ങളുണ്ട്, ഞാൻ നിർത്തുകയാണ്, എനിക്കത് വേണ്ട, നിനക്കത് ഇഷ്ടമില്ലാത്തതിൻ്റെ പേരിൽ അള്ളാഹുവേ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഒരു ശഹ്വത്ത്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ദുരാഗ്രഹം നമ്മൾ മാറ്റിവെച്ചാൽ അള്ളാഹു ഒരിക്കലും ആ ഹൃദയത്തെ ആ ദുരാഗ്രഹം കൊണ്ട് പിന്നീട് പരീക്ഷിക്കുകയില്ലെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കലാവണം, അത് അള്ളാഹുവിന് വേണ്ടിയുള്ള ഉപേക്ഷിക്കലാവണം. പടച്ചതമ്പുരാന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എന്തെങ്കിലും എൻ്റെ കയ്യിൽ വേണമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടുള്ള, അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എന്തെങ്കിലും പടച്ചവന് വേണ്ടി മാറ്റിവെച്ചത്, അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കിയത്, അള്ളാഹുവിന് വേണ്ടി വേണ്ടെന്ന് വെച്ചത്, എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? എന്താ നമ്മുടെ കയ്യിലുള്ളത്? മഹാനായ അല്ലാമ ഇബ്നു കസീർ തങ്ങൾ ഈസ ഇബ്നുൽ ആദിൽ എന്ന് പറയുന്ന മലിക്കു ദിമഷ്ക് വശാം, ഷാമിന്റെയും ദിമഷ്കിന്റെയും ഭരണാധികാരിയായിരുന്ന വലിയൊരു മഹാനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ധീരനായ യോദ്ധാവാൻ, ആലിമാൻ, ആലിമീങ്ങളെ ഒരുപാട് സ്നേഹിച്ച പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ പേര് ഈസ ഇബ്നുൽ ആദിൽ. ഈസ ഇബ്നുൽ ആദിൽ അബീ ബക്ർ ഇബ്നുൽ അയ്യൂബ് അദ്ദിമഷ്കി. ഇബ്നു കസീർ തങ്ങൾ അവരുകൾ അദ്ദേഹത്തിന്റെ ചരിത്രം കൊണ്ടുവരുന്നുണ്ട്. വലിയൊരു സാത്വികനായ ഭരണാധികാരിയാണ് അദ്ദേഹം. ആലിമീങ്ങളെ വല്ലാണ്ട് സ്നേഹിച്ച ആളാണ്, ഒരുപാട് ആദരിച്ചു ബഹുമാനിച്ചു. ഇൽമ പഠിക്കാൻ അദ്ദേഹം വലിയ ഇഷ്ടം വെച്ചു. മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ മദ്ഹബ് പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. ആലിമീങ്ങളെ വിളിച്ചു ചേർത്തു. അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബിനെ സംബന്ധിച്ച് പഠിച്ചു. നഹ്വും സർഫും അദ്ദേഹം പഠിച്ചു, അറബി വ്യാകരണ ശാസ്ത്രം. മഹാനായ താജുൽ കിന്ദിയുടെ, താജുദ്ദീനുൽ കിന്ദി റഹ്മത്തുള്ളാഹി തആല അലൈഹി, ഈജിപ്തുകാരനായ പ്രഗത്ഭനായ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ നഹ്വി ഗ്രന്ഥങ്ങൾ അദ്ദേഹം പഠിച്ചു. അത് കഴിഞ്ഞ് ഇമാം ത്വഹാവിയുടെ അദ്ദേഹത്തിന്റെ ഇമാം ത്വഹാവിയുടെ അഖീദയിലെ മദ്ഹബുണ്ട്. ആ മദ്ഹബ് അനുസരിച്ച് അദ്ദേഹം ജീവിതം ചിട്ടപ്പെടുത്തി. അദ്ദേഹം പറയുമായിരുന്നു, അന അലാ മദ്ഹബി ത്വഹാവി,
ഞാൻ ഇമാം ത്വഹാവിയുടെ മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന ആളാണ്. ത്വഹാവി ഇമാം ഹനഫി പണ്ഡിതനാണ്. ഖുർആൻ പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. ജൗഹരിയുടെ ശിഹാഹും ഇബ്നു ജുറൈജ് തങ്ങളുടെ ജംഹറയും അദ്ദേഹം പഠിച്ചു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മുസ്നദ് 40,000 ഹദീസുകളുടെ സമാഹരണം എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് കോപ്പി ചെയ്യിപ്പിച്ചു തൻ്റെ ശിഷ്യന്മാരോട് അല്ലെങ്കിൽ അനുയായികളോട്. ഇങ്ങനെ ആലിമീങ്ങളെ വലിയ സ്നേഹം കാണിച്ച പ്രഗത്ഭനായ ദിമഷ്കിന്റെയും ഷാമിന്റെയും രാജാവ് എന്നറിയപ്പെടുന്ന മഹാനായ ഈസൽ ആദിൽ എന്ന് പറയുന്ന മഹാൻ. ഈസ ബിനുൽ ആദിൽ അബൂ ബക്ർ ഇബ്ൻ അയ്യൂബ് ദിമഷ്കി. അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു, ഇതൊക്കെ ഞാൻ ചെയ്തെങ്കിലും, ദീനിനു വേണ്ടി അറിവിന് വേണ്ടി എല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും വാഖിഅത്തു ദിമ്യാത്ത് അദ്ഖിറുഹാ ഇൻദല്ലാഹ് അർജു അൻ യർഹമനി ബിഹാ. ഞാൻ അറിവിന് വേണ്ടി ഇൽമിന് വേണ്ടി ഉലമാഇന് ചെയ്തു കൊടുത്ത എല്ലാ സേവനങ്ങളും അവിടെ ഇരിക്കട്ടെ. വാഖിഅത്തു ദിമ്യാത്ത് സംഭവം അതാണ് അദ്ഖിറുഹാ ഇൻദല്ലാഹ്. പടച്ചവന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അല്ലാഹുവേ, ദിമ്യാത്ത് എന്ന് പറയുന്ന ഈജിപ്തിലെ നൈൽ നദിയുടെ ഡെൽറ്റയിൽ കിടക്കുന്ന ഒരു നഗരം, ആ നഗരം കുരിശിയോദ്ധാക്കന്മാർ 5ാം ക്രൂസൈഡുകൾ ഉപരോധിക്കുകയും 1 വർഷം പട്ടിണി കിടുകയും ചെയ്ത നേരത്ത് ദിമ്യാത്ത് പിടിച്ചു നിന്ന് ശത്രുക്കൾക്ക് പിടികൊടുക്കാതെ ദിമ്യാത്ത് എന്ന് പറയുന്ന നഗരത്തിന് വേണ്ടി സർവ്വ സംരക്ഷണവും നൽകിയ ഭരണാധികാരിയാണ് ഈസ ബിനുൽ ആദിൽ എന്ന് പറയുന്ന ഈ പണ്ഡിതൻ. അല്ലാമ ഇബ്നു കസീർ തങ്ങൾ പറയാണ്, 1 വർഷം അല്ലാഹുവിന് വേണ്ടി പട്ടിണി കിടന്നത്. അന്ന് കുരിശിയോദ്ധാക്കൾ വന്ന് ദിമ്യാത്ത് ഉപരോധിച്ചപ്പോ, ഒരിക്കലും കീഴടങ്ങാൻ തയ്യാറാകാതെ വന്നപ്പോ അവര് ഉപരോധിച്ചു, ഭക്ഷണം ഉപരോധിച്ചു. ആ നാടിലുള്ള മുഴുവൻ ആളുകൾക്കും 1 വർഷം ഭക്ഷണം കിട്ടിയിട്ടില്ല. എങ്ങനെയാണ് അവർ പിടിച്ചു നിന്നത് എന്ന് അല്ലാഹു അലം. മഹാൻ പറയുകയാണ്, എൻ്റെ എല്ലാ സേവനങ്ങളും എൻ്റെ ത്യാഗങ്ങളും അങ്ങ് മറന്നേക്കുക. വാഖിഅത്തു ദിമ്യാത്ത് അദ്ഖിറുഹാ ഇൻദല്ലാഹ് അർജു അൻ യർഹമനി ബിഹാ. അല്ലാഹുവിന് വേണ്ടി പട്ടിണി കിടന്നത് കാരണം അല്ലാഹു ദിമ്യാത്തിന് വേണ്ടി 1 വർഷം നീണ്ടുനിന്ന ഉപരോധത്തിൽ ഞാൻ വയറൊട്ടിക്കിടന്നത് അല്ലാഹു നാളെ അത് കാരണം എന്നോട് റഹ്മത്ത് ചെയ്യണേ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ എൻ്റെ സേവനങ്ങളിൽ ദിമ്യാത്തിന്റെ ഉപരോധം അല്ലാഹുവിലേക്ക് കാത്തുവെക്കുന്ന എൻ്റെ ഒരു സൽക്കർമ്മമാണ്. പടച്ചവന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അല്ലാഹുവേ, ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ട് റബ്ബേ. എല്ലാ ആലിമീങ്ങളുടെയും ജീവിതത്തിൽ ഇത് കാണാൻ കഴിയും. രഹസ്യമായ പടച്ചതമ്പുരാൻ മാത്രമറിയുന്ന താനും അല്ലാഹും തമ്മിൽ ഇഖ്ലാസിന്റെ പാലത്തിലേറി അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കയറി ചെല്ലാൻ കഴിയുന്ന ഒരു നന്മ. മഹാനായ ഈസ ബിനുൽ ആദിൽ തങ്ങൾ പറഞ്ഞ പോലെ ഒരു സംഭവം അല്ലാഹുവിലേക്ക് മാറ്റിവെക്കാൻ നമുക്കാവട്ടെ. അല്ലാഹുവിലേക്ക് ഇഖ്ലാസിലൂടെ കയറി ചെല്ലാൻ പറ്റുന്ന ഒരു അമൽ. അല്ലാഹു നമ്മുടെ അമലുകളെ സ്വീകരിക്കട്ടെ. എന്താണ് ഇഖ്ലാസ്? ഒരാൾ പുകഴ്ത്തിയാലും പൊങ്ങാതിരിക്കുകയും ഒരാൾ ഇകഴ്ത്തിയാൽ തളരാതിരിക്കുകയും ചെയ്യുന്നത് ഇഖ്ലാസിന്റെ അടയാളമാണത്രേ. അത് ഇഖ്ലാസിന്റെ അടയാളമാണ്. ദീനിന്റെ ദഅവത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ റിളയല്ലാതെ മറ്റൊന്നും ലക്ഷ്യമാക്കാതെ ഇറങ്ങുന്നിടത്താണ് ഇഖ്ലാസ് ഉണ്ടാകുന്നത്. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ. അതിന് ഏറ്റവും വലിയ മാതൃകയാണ് ഇമാമുൽ അംബിയ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. ഹബീബായ നബി തങ്ങളുടെ വല്ലിപ്പയായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ലാഹു മാതൃകയാക്കി വെച്ചിട്ടുള്ള പ്രവാചകരിൽ ശ്രേഷ്ഠനായ ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരു സമൂഹം ചെയ്യുന്ന ദഅവത്ത്, ഒരു സമൂഹം ചെയ്യുന്ന സേവനം സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം ഒറ്റയ്ക്ക് ചെയ്തു എന്നാണ് ഈ വാക്കിനർത്ഥം. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ. ഇന്ന് ഇതുപോലെയുള്ള മാതൃകകളാണ് നമുക്കില്ലാതെയാകുന്നത്. ദീനിന്റെ മാതൃകകൾ, ഉദാത്തമായ മാതൃകകൾ കണ്ടുപഠിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ട്. എന്നാലും നമ്മുടെ മുൻകാലങ്ങളെപ്പോലെ ഇല്ലല്ലോ, വളരെ കുറവാണ്. നമുക്ക് കണ്ടുപഠിക്കാൻ കഴിയുന്ന ഖുദവത്തുകൾ ഉണ്ടാവട്ടെ. സമൂഹത്തിന് എപ്പോഴാണ് മോചനമുണ്ടാകുന്നത്? അപ്പോഴാണ് സമൂഹത്തിന് നന്മയെ നന്മയായി കാണാൻ കഴിയുന്നത്.
മഹാനായ എത്തിപ്പറ്റ ഉസ്താദിനെ ഞാനിവിടെ ഓർക്കുകയാണ്. ആ മഹാന്റെ ഖബറിടം അല്ലാഹു സ്വർഗപ്പുങ്കാവനമാക്കി അവർക്ക് അല്ലാഹു സ്വർഗീയ ലോകത്തെ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അധികമൊന്നും സംസാരിക്കാറില്ലായിരുന്നല്ലോ. മഹാനവറുകളുടെ മൗനം, മഹാനവറുടെ ദുആ, മഹാന്റെ സാന്നിധ്യം, അതൊരു ദഅവത്തായിരുന്നു, അതൊരു പ്രബോധനമായിരുന്നു. എത്രയായിരക്കണക്കിന് ആളുകളെയാണ് ദീനിൻ്റെ വഴിയിലേക്ക് മഹാന് ക്ഷണിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത്. അവിടെ മുസ്ലിം പൊതുസമൂഹത്തിലെ നാനാ തരത്തിലുള്ള സംഘടനക്കാർ ഉസ്താദിൻ്റെ സദസ്സിൽ വന്നിരിക്കാറുണ്ടെന്നതാണ് അത്ഭുതം. സുന്നികളല്ലാത്തവരും ഉസ്താദിൻ്റെ സദസ്സിൽ വന്നിരിക്കും. അവരെയൊന്നും ഉൾക്കൊള്ളാൻ മഹാനവറുകൾക്കൊരു വിഷമവും ഉണ്ടായിട്ടില്ല. ഒരാളെയും ഒരു വ്യക്തിയെയും ഒരാദർശത്തെയും കുറ്റം പറയുന്നത് ഉസ്താദിന് ഇഷ്ടവുമല്ല, അത് ചെയ്യാറുമില്ല. പക്ഷേ ആ വിശാലമായ മനസ്സ്, എല്ലാവർക്കും ഹബീബിൻ്റെ ദഅവത്ത് എത്തണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഹബീബിൻ്റെ സുന്നത്തനുസരിച്ച് ജീവിക്കണം, ഹബീബിൻ്റെ സുന്നത്ത് ജീവിച്ചിരിക്കണം. ഇഹ്യാഉസ് സുന്നഹ്, മുത്തുനബിയുടെ സുന്നത്തിനെ ജീവിപ്പിക്കാൻ വേണ്ടി നടത്തിയിരുന്ന മഹാന്റെ ജീവിതത്തിൻ്റെ ദർശനം. അല്ലാഹുവേ, ആ വഴികളിലൂടെ യാത്ര ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. മഹാനായ എത്തിപ്പറ്റ ഉസ്താദിൻ്റെ ആ ഒരു പരിശുദ്ധമായ ഖാദിരി ഷാദുലി ത്വരീഖത്തിൻ്റെ സിൽസിലയിൽ ഇന്ന് ആധികാരികമായി ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെ മഹാനവറുകളുടെ ഖലീഫയായി മഹാൻ തെരഞ്ഞെടുത്ത രണ്ട് മഹത്തുക്കളിൽ ഒന്ന് പൂക്കോയച്ചങ്ങൾ, അല്ലൈനിലുള്ള പൂക്കോയച്ചങ്ങൾ, മറ്റൊന്ന് നമ്മുടെ പ്രിയങ്കരായ ബഹാവുദ്ദീൻ ഉസ്താദാണ്. അവസാന കാലങ്ങളിലൊക്കെ ഉസ്താദെ എനിക്ക് ബൈഅത്ത് ചെയ്യണമെന്ന് അത്തിപ്പറ്റ ഉസ്താദിൻ്റെ അരികത്തേക്ക് വന്ന ആളുകൾ പറയുമ്പോൾ ബഹാവുദ്ദീൻ മൗലവിയെടുത്ത് പോയിക്കോളി എന്നാണ് ഉസ്താദ് പറയാറുണ്ടായിരുന്നത്. ഞാൻ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് ഉസ്താദ് പറയുന്നത്, ബഹാവുദ്ദീൻ മൗലവിയെടുത്ത് പോയിക്കോളൂ. അങ്ങനെ ഒരു സാന്നിധ്യവും ഒരു ആത്മീയ നേതൃത്വവും നമുക്ക് ലഭിച്ചത് വലിയൊരു സൗഭാഗ്യമല്ലേ. മഹാനായ ബഹാവുദ്ദീൻ ഉസ്താദാണെങ്കിലോ അങ്ങനെ ഒരു ആത്മീയ പട്ടം കെട്ടി നടക്കണമെന്നോ ആളുകൾ തന്നെ അങ്ങനെ സ്വീകരിക്കണമെന്നോ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു മഹാനാണ്. അത്രയും സാത്വികനായൊരു മഹാനായ പണ്ഡിതനാണ് മഹാനായ ബഹാവുദ്ദീൻ ഉസ്താദ്. ഞങ്ങളൊക്കെ 12 കൊല്ലം നേരിട്ട് കണ്ടും കേട്ടും അനുഭവിച്ചും ജീവിച്ചവരാണ്. അതുകൊണ്ട് ഉസ്താദിൻ്റെ ആ മനസ്സിൻ്റെ ശുദ്ധിയും ഉസ്താദിൻ്റെ ചിന്തകളുടെ മൂർച്ചയും എത്രയാണെന്ന് അറിയാവുന്നവരാണ്. അള്ളാഹു മഹാനവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അള്ളാഹു സലാമത്ത് നൽകട്ടെ. ശാരീരികമായ ചെറിയ അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ട്, അള്ളാഹു ചാല മഹാനവറുകൾക്ക് പരിപൂർണമായ ആഫിയത്ത് നൽകട്ടെ. ആ ഒരു ആത്മീയ യാത്ര, അതുപോലെയുള്ള ആത്മീയ മഹത്തുക്കളായ നേതാക്കന്മാർ ഈ ഉമ്മത്തിന് ധാരാളം വേണം. മാതൃകയാകുന്നവർ, അവരുടെ ജീവിതം മാതൃകയാണ്, അവരുടെ ഇടപെടലുകൾ മാതൃകയാണ്, അവരുടെ ചിന്തകൾ മാതൃകയാണ്. ഉമ്മത്തിന് നഷ്ടമായത് എന്ത് എന്ന് ചോദിച്ചാൽ ആദ്യത്തേത് അൽ ഖുദ്വത്തുൽ ഹസന. നല്ല മാതൃകകൾ നമുക്കിന്ന് കുറവാണ്. ഖുദ്വത്ത് വേണം, മാതൃക വേണം. മഹാനായ അല്ലാമ മസ്റൂഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി തൻ്റെ ഗുരുനാഥനായ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്നവർ സ്വഹാബികളിലെ ആലിമാണ്, നമുക്കൊക്കെ അറിയാം. ആലിമും മിൻ ഉലമാഇ സ്വഹാബ. സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങളെപ്പോലെ, ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളെപ്പോലെ, മുആദ് ഇബ്നു ജബൽ എന്നവരെ പോലെ ആലിമായ സ്വഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അവരുടെ ശിഷ്യഗണങ്ങളിൽ ഒരുപാട് പേർ പ്രഗത്ഭരുണ്ട്. റബീഉ ഇബ്നു ഹുസൈം തങ്ങളടക്കം. മഹാനായ അല്ലാമ മസ്റൂഖ് ഇബ്നുൽ അജ്ദഅ റഹ്മത്തുള്ളാഹി തആല അലൈഹി, അവരുടെ മസ്റൂഖ് എന്ന വാക്കിനർത്ഥം കട്ടെടുക്കപ്പെട്ട് കൊണ്ടുപോയവർ എന്നാണ്. ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ കൊള്ളസംഘം മഹാനെ തട്ടിക്കൊണ്ടുപോയിരുന്നു എന്നാണ്. പിന്നീട് വാപ്പാൻ്റെ അടുത്ത് തിരിച്ചെത്തിയതാണ്. അങ്ങനെ പിന്നെ ആളുകൾ വിളിച്ചത് മസ്റൂഖ് എന്നാണ്. മസ്റൂഖ് സഈദ് ഇബ്നു മസ്റൂഖ് എന്ന് പറയുന്ന വേറൊരു മഹാനായ പണ്ഡിതനുണ്ട്, താബിഈ തന്നെ. പക്ഷെ മിൻ സിഗാരി താബിഈൻ, പക്ഷെ കിബാരി താബിഈങ്ങൾ അറിയപ്പെടുന്ന മഹാനാണ് മസ്റൂഖ് എന്നത് പൊതുവേ നമ്മൾ കിതാബുകളൊക്കെ കാണുന്ന മസ്റൂഖ് ഇബ്നുൽ അജ്ദഅ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിക്ക് വലിയ ഇഷ്ടമായിരുന്നു മസ്റൂഖ് എന്നവരെ. ആയിഷ ബീവിയിൽ നിന്ന് ഒരുപാട് ഇൽമു പഠിച്ചിട്ടുണ്ട്. ആയിഷ ബീവിയോടുള്ള ഇഷ്ടം കൊണ്ട് മസ്റൂഖ് എന്നവർ സ്വന്തത്തിന് പേരിട്ടത് അബു ആയിഷ എന്നാണ്, ആയിഷന്റെ ഉപ്പ എന്നാണ്. അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു ആയിഷയെ അവർ സങ്കല്പിച്ചു. ആയിഷ എന്ന് പറഞ്ഞ മോളൊന്നും മഹാനില്ല, പക്ഷെ അബു ആയിഷ മസ്റൂഖ് ഇബ്നുൽ അജ്ദഅ
റഹ്മത്തുള്ളാഹി തആല അലൈഹി. മഹാനവറുകൾ ഇബ്നു മസ്ഊദ് എന്നവരുടെ ശിഷ്യനാണ്, സ്വഹാബി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ഇബ്നു മസ്ഊദ് തങ്ങളുടെ അടുത്തേക്ക് ഒരു പെണ്ണ് വന്ന കഥ പറയുന്നുണ്ട്. പറഞ്ഞു, ഉംബിഅതു അന്നക തൻഹാ അനിൽ വാസില. ഇബ്നു മസ്ഊദ് എന്നവരെ, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്നവരെ ഒരു പെണ്ണ് വന്ന് ചോദിക്കുകയാണ്, ഞാൻ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ വാസിലത്ത് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ലെന്ന്, പാടില്ലെന്ന് പറയുന്നു. അൽ വാസിലത്തു വൽ മുസ്തൗസില. വാസില എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ ഫേക്കായിട്ട് മുടി പിടിപ്പിക്കുന്ന പരിപാടിയാണ്. ചെറിയ മുടിയുള്ളവര് ഫേക്കായിട്ടുള്ള മുടി കൊണ്ടുവന്ന് ക്ലിപ്പിട്ടിട്ട് വലിയ മുടിയുള്ള പോലെ തോന്നിപ്പിക്കാൻ വേണ്ടി മുടിയുടെ മേൽ മുടി ചേർത്ത് വെക്കുന്നതിനാണ് വാസുലത്ത് എന്ന്. ആ പെണ്ണുങ്ങൾക്കാണ് വാസുല എന്ന് പറയാം. അത് ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെടുന്നവരും ചെയ്തു കൊടുക്കുന്നവരെയും പുണ്യനബി തങ്ങൾ ശപിച്ചിരിക്കുന്നു എന്നാണ് ഹദീസിലുള്ളത്. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അവർ പെണ്ണ് വന്ന് ചോദിക്കുകയാണ്, നിങ്ങളത് നിരോധിക്കുന്നുണ്ട്, നിങ്ങളത് ചെയ്യരുത് എന്ന് പറയുന്നുവെന്ന് അറിഞ്ഞല്ലോ ഇബ്നു മസ്ഊദേ, ശരിയാണോ? മുടി വെച്ച് പിടിപ്പിക്കുന്നത് ശരിയല്ലെന്നാണല്ലോ അങ്ങ് പറയുന്നത്. ഖാല നഅം, അതെ അതെ അതെ. അവജത്തഹു ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടോ? അം സമിഅതഹു മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കേട്ടതാണോ? അപ്പൊ പറഞ്ഞു, വജത്തുഹു ഫീ കിതാബില്ലാഹ് വസമിഅതുഹു മിൻ റസൂലില്ലാഹ്. അങ്ങനെ മുടി വെച്ച് പിടിപ്പിക്കരുത് എന്ന് അള്ളാഹിന്റെ കിതാബിലുണ്ട്, ഹബീബായ നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട്. അപ്പൊ പെണ്ണ് പറഞ്ഞു, തലൗത്ത് കിതാബല്ലാഹ്, അള്ളാഹിന്റെ കിതാബ് മുഴുവനും ഞാൻ ഓതി നോക്കിയിട്ടുണ്ട്, പക്ഷെ ഒരിടത്തും ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ലല്ലോ. മുടി വെച്ച് പിടിപ്പിക്കരുതെന്ന് അള്ളാഹ് പറയുന്നത് കേട്ടിട്ടില്ലല്ലോ, ഖുർആനിൽ ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഈ ഉമ്മ. ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, അതജിദീന ഫീ കിതാബില്ലാഹ്, അള്ളാഹിന്റെ കിതാബിൽ നിങ്ങൾ കാണുന്നുണ്ടോ ഒരു ആയത്ത്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. ഈ ആയത്ത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു സൂറത്തുൽ ഹശ്റിൽ. കണ്ടിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, എന്റെ റസൂല് നിങ്ങളോട് എന്താണോ ചെയ്യാൻ പറയുന്നത് അത് നിങ്ങൾ ചെയ്യണേ. വമാ നഹാകും അൻഹു, പുണ്യനബി തങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞത് ഫൻതഹൂ, നിങ്ങൾ ചെയ്യരുതേ. ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യണം, ചെയ്യരുതെന്ന് പറഞ്ഞ് ചെയ്യരുത്. ഇത് കണ്ടിട്ടില്ലേ? എല്ലാ ഹദീസുകളും അംഗീകരിക്കണമെന്നതിന് ഖുർആനിലുള്ള തെളിവാണത്. എന്നിട്ട് പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബാ നബി തങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അന്നഹു നഹാ അനിൻ നാമിസതി വൽ വാശിറതി വൽ വാസിലതി വൽ വാഷിമതി ഇല്ലാ മിൻ ദാ. പുണ്യ നബി തങ്ങൾ മുടി വെച്ച് പിടിപ്പിക്കുന്നതിനെ നിരോധിച്ചിട്ടുണ്ട്. വൽ വാശിറ, വഷിർ എന്ന് പറഞ്ഞാൽ പല്ലുകളെ രാഗി മനോഹരപ്പെടുത്തുക എന്നതാണ്. പല്ലുകളെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് പല്ലുകളെ രാഗിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടും പല്ലുകളെ രാഗി ശരിയാക്കുന്നതിനാണത് പറയാ. വൽവാസ്വില നാമിസ എന്ന് പറഞ്ഞാൽ ഐബ്രോ പ്ലക്ക് ചെയ്യുന്നത്, പുരികം പ്ലക്ക് ചെയ്യുന്നത്. വൽവാസ്വില വൽവാഷിമ, വാഷിമത്ത് എന്ന് പറയുന്ന കാക്കപ്പുള്ളി പോലെ കറുത്ത പുള്ളിട്ട് കൊടുക്കുമല്ലോ പെണ്ണുങ്ങൾ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി ചെയ്യുന്നത്. വഷമിന് ടാറ്റു കുത്തുക എന്നതിനും വഷം എന്ന് പറയും. ടാറ്റു പച്ചകുത്തുക എന്ന് പറയില്ലേ. ഇതെല്ലാം നബി തങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. ഇല്ലാ മിൻ ദാഇൻ, അസുഖമുള്ളവർക്കൊഴികെ. ഒരു അസുഖമായിട്ട് പല്ല് വളരെ മോശമായി വികൃതമായിരിക്കുകയാണ്, പുരികം വികൃതമായിരിക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും വൈകൃതങ്ങളെ ശരിപ്പെടുത്തുക എന്നതിനപ്പുറം സൗന്ദര്യവർദ്ധനവിന് വേണ്ടി ഇത് ചെയ്യുന്നത് അല്ലാഹുവിന്റെ റസൂല് നിരോധിച്ചത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഈ പെണ്ണ് പറഞ്ഞു, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദേ, നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ഇത് ചെയ്യുന്നുണ്ടല്ലോ. അവിടെയാണ് നമ്മുടെ വിഷയം. നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ഇത് ചെയ്യുന്നുണ്ടല്ലോ. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് എന്നവർ ഖുദുവത്താണ്, മാതൃകയാണ്. മഹാൻ പറഞ്ഞു, ഉദ്ഖുലി, എൻ്റെ ഭാര്യമാർ അവരത് ചെയ്യുന്നുണ്ടെന്നോ എൻ്റെ വീട്ടിലേക്ക് കയറിക്കോളൂ, എന്നിട്ട് പോയി നോക്കി ആരൊക്കെയാണ് ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ നോക്കിയിട്ട് എന്നോട് ഒന്ന് പറ. അങ്ങനെ ആ ഉമ്മ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് എന്നവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. എല്ലാ പെണ്ണുങ്ങളെയും നോക്കി, അവരെ മുടിയൊക്കെ ഒന്ന് പൊക്കി നോക്കി, അവരുടെ പുരികൊന്ന് ചെക്ക് ചെയ്തു, പല്ലുകളൊക്കെ ഒന്ന് നോക്കി,
ഒരു കുഴപ്പമില്ല. ലാ തബ്ദീല ലിഖൽഖില്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കുന്ന കാര്യങ്ങളായതിൻ്റെ പേരിലാണ് ഇതിനെയൊക്കെ ശരീഅത്ത് നഹി ചെയ്യാൻ കാരണം, പാടില്ലെന്ന് പറയാൻ കാരണം. ആ ഉമ്മ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഇല്ല ഇല്ല ഇല്ല, ഞാൻ പറഞ്ഞത് പിൻവലിക്കുകയാണ്, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കണ്ടില്ല, ഈ പറഞ്ഞതൊന്നും അങ്ങയുടെ വീട്ടുകാരിലില്ല എന്ന് പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ബഅദമാ സമിഅ്തുഹു മിർ റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പരിശുദ്ധമായ വായിൽ നിന്ന് എൻ്റെ ചെവികളത് കേട്ടതിന് ശേഷം എൻ്റെ വീട്ടുകാർ അത് അംഗീകരിക്കാതിരിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മഹാനായ മസ്റൂഖ് തങ്ങൾ പറയുകയാണ്, ഞങ്ങളുടെ മാതൃകകളായിരുന്നു പരിശുദ്ധരായ സ്വഹാബിമാർ. ആ മാതൃകയിൽ എന്തെങ്കിലും ഒരു ഖദശ്, എന്തെങ്കിലും ഒരു സ്ക്രാച്ച് അതിൽ വരുന്നത് പോലും അവരിഷ്ടപ്പെട്ടിരുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ വീടുകൾക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ യുവതലമുറക്ക് മാതൃകകളായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖുർആൻ അങ്ങനെ ഒരു പ്രാർത്ഥന തന്നെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും കൺകുളിർമയെ തരണേ റബ്ബേ, ഞങ്ങളെ നീ മാതൃകകളാക്കി മാറ്റിത്തരണേ തമ്പുരാനെ, മാതൃകയാക്കി തരണേ പടച്ചവനെ. ലൈത്ത് ബിൻ സഅദ് എന്നവർ, ലൈത്ത് ബിൻ സഅദ് റഹ്മത്തുള്ളാഹി തആല ഇമാം ഷാഫിഈ തങ്ങളുടെ ശൈഖാണ്, ഈജിപ്തുകാരനാണ്. ലൈത്ത് ബിൻ സഅദുൽ ഖൽഖശന്ദി എന്നാണ് മഹാൻ അറിയപ്പെടുക. ഇമാം ഷാഫിഈ തങ്ങൾ പറയാറുണ്ട്, ഇന്ന ലൈത്ത് ബിൻ സഅദ്, മഹാനായ ലൈത്ത് ബിൻ സഅദ് എന്നവർ അഫ്ഖഹു മിൻ ഇമാം മാലിക്, ഇമാം മാലിക് എന്ന് പറയുന്ന റഹ്മത്തുള്ളാഹി അലൈഹി മാലിക്കി മദ്ഹബിന്റെ ഇമാം, ഇമാമു ദാരിൽ ഹിജ്റ എന്നറിയപ്പെടുന്ന മഹാനായ ഇമാം മാലിക് എന്നവർ, മാലിക്കി ഇമാമിനെക്കാളും ഇൽമുണ്ടായിരുന്ന മഹാനാണ് ലൈത്ത് ബിൻ സഅദ് എന്നവർ. പക്ഷേ ഇമാം മാലിക് എന്നവരുടെ അസ്ഹാബ് മാലിക് ഇമാമിന്റെ മദ്ഹബും അവരുടെ ആറാഉകളും രേഖപ്പെടുത്തിയ പോലെ ലൈത്ത് ബിൻ സഅദ് എന്നവരുടെ ശിഷ്യന്മാർ രേഖപ്പെടുത്താതെ പോയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ലോകമറിയപ്പെടുന്ന മഹാപണ്ഡിതൻ ഇമാം മാലിക് തങ്ങളെക്കാളും വലിയ പണ്ഡിതൻ ഇമാം ലൈത്ത് ബിൻ സഅദ് ആകുമായിരുന്നു. അത്ര വലിയ പണ്ഡിതനായിരുന്നു ലൈത്ത് ബിൻ സഅദ് റഹ്മത്തുള്ളാഹി. മിസ്രിയാണ്. ഈജിപ്ത് ലോകത്തിന് ഒരുപാട് പണ്ഡിതന്മാരെ, ഒരുപാട് ഔലിയാക്കന്മാരെ സേവനം ചെയ്തിട്ടുണ്ട്. മഹാനവറുകൾ ഹജ്ജിന്റെ സമയത്ത് മദീനയിൽ പോയ കഥ പറയുന്നുണ്ട്. ഞാൻ മദീനയിലാണ്, ഒരുപാട് ഹാജിമാർ ഹജ്ജ് കഴിഞ്ഞ് മദീനയിൽ എത്തിയിട്ടുണ്ട്. അന്ന് മദീന കസീറത്തു സർജീൻ, മദീനയിൽ ഒരുപാട് കുതിരകളും ഒട്ടകങ്ങളുമൊക്കെ വന്നതിൻ്റെ പേരിൽ അവിടെ അഴുക്കുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ജീവികളുടെ, ഈ ഒരു മൃഗങ്ങളുടെയൊക്കെ കാഷ്ടം റോഡിലൊക്കെ വീണ് കിടക്കുന്നത് ധാരാളമായിരുന്നു. കാരണം ഒരുപാട് ഹാജിമാർ, ഒരുപാട് ആളുകൾ ഹജ്ജിന് വന്ന സമയമാണ്. അപ്പൊ മദീനയിൽ തിരക്കുണ്ട്. ആ തിരക്കിനിടയിൽ ഞാൻ 2 ഖുഫ ധരിച്ച് നടക്കുകയായിരുന്നു മദീനയിൽ. ഒരു ഖുഫ എന്ന് പറഞ്ഞാൽ സോക്സ് പോലെ ലെതർ കൊണ്ടുണ്ടാക്കുന്ന ഒരു വലിയ സോക്സാണത്, ബൂട്ട് പോലെ കാണുന്നത്. ആ ഖുഫന്റെ മേലെ വേറൊരു ഖുഫ, അങ്ങനെ 2 ഖുഫിട്ട് നടക്കും. അങ്ങനെ മസ്ജിദിലേക്ക് കയറുമ്പോൾ എൻ്റെ ആദ്യത്തെ ഖുഫ ഞാൻ ഒഴിവാക്കും, എന്നിട്ട് അതിനുള്ളിലെ ഖുഫ കൊണ്ട് പള്ളിയിലേക്ക് കയറും. അപ്പം 2 ഖുഫ ഞാനിട്ട് നടക്കുമ്പോൾ മഹാനായ യഹ്യ ഇബ്നു സഈദുൽ അൻസ്വാരി റഹ്മത്തുള്ളാഹി അലൈഹി എന്നോട് പറഞ്ഞു, ലാ തഫ്അൽ ഹാദാ ഫഇന്നക ഇമാമുൻ മൻദൂറുൻ ഇലൈഹി. ലൈത്ത് ഇബ്നു സഅദ്, മഹാനായ ലൈത്ത് എന്നവരെ, നിങ്ങൾ ഇങ്ങനെ 2 ഖുഫിട്ട് നടന്നാൽ നിങ്ങളെ ആളുകൾ കാണുന്നുണ്ട്, നിങ്ങളെ നോക്കുന്നുണ്ട്. നിങ്ങളങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആളുകൾ അത് ചെയ്യും. ഒരു ഖുഫയല്ലേ വേണ്ടു, അത് കഴുകി വൃത്തിയാക്കിയാൽ പോരെ. നിങ്ങൾ 2 എണ്ണം ഇട്ട് നടക്കരുത് എന്ന് മദീന പള്ളിയിലേക്ക് ഞാൻ കയറുമ്പോൾ മഹാനായ യഹ്യ ഇബ്നു സഈദുൽ അൻസ്വാരി എന്ന് പറയുന്ന മദീനയിലെ പ്രഗത്ഭനായ ആലിം എന്നോട് പറയുകയുണ്ടായി, ഞാൻ അവിടെ വെച്ച് ഊരിയതാണ് എൻ്റെ 2ാമത്തെ ഖുഫ. ഞാൻ അഴുക്കാണെങ്കിൽ എന്തേ, അത് കഴുകി വൃത്തിയാക്കിയാൽ മതിയല്ലോ. 2 എണ്ണം ഞാൻ ധരിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർ അത്
അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുകയോ ഞാൻ പറയുന്നത് പോലെ ചെയ്യുകയോ ചെയ്യാനിടയുണ്ടെന്ന് പറഞ്ഞ് മഹാനവറുകളോട് അത് അഴിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനത് അഴിച്ചു വെച്ചു. ലൈത്ത് ഇബ്നു സഅദ് എന്നവർ പറയാ. കാരണം എന്തേ? അവർ ഖുദുവത്താണ്, അവർ മാതൃകയാണ്.